ഏവർക്കും ശ്രീസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ 50 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലോക ജലദിനം എന്നാണ്. ലോക ജലദിനം മാർച്ച് 22 അപ്പോൾ മാർച്ച് 22ന്റെ പ്രത്യേകത എന്താണ്? ലോക ജലദിനമാണ് മാർച്ച് 22. 2023 ലോക ജലദിനാചരണ സന്ദേശം എന്താണ്? ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക. അപ്പോൾ 2023 ലോക ജലദിനാചരണ സന്ദേശം എന്താണ്? ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. 2023 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവയ്പ്. ജലക്ഷാമം പരിഹരിക്കുന്നതിന് അതിവേഗ ചുവടുവയ്പ് എന്നതാണ് 2023 ലോക ജലദിനത്തിന്റെ പ്രമേയം. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മി. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മലക്ഷ്മി. 2023 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരൻ ആരാണ്? പെരുമാൾ മുരുകനാണ്. ആരാണ്? പെരുമാൾ മുരുകൻ. 2023 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം നേടിയ തമിഴ് സാഹിത്യകാരനാണ് പെരുമാൾ മുരുകൻ. പൂക്കുഴി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ പയർ എന്ന നോവലിനാണ് പെരുമാൾ മുരുകനെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന്റെ ആദ്യ പട്ടികയിലേക്ക് തിരഞ്ഞെടുത്തത്. എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2023 പ്രഖ്യാപിച്ചത്? 95. അപ്പോൾ എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് 2023 മാർച്ചിൽ പ്രഖ്യാപിച്ചത്? 95. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മലക്ഷ്മി. സർക്കാർ ബസ്സുകളിൽ 2023 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? പുതുച്ചേരിയാണ്. സർക്കാർ ബസ്സുകളിൽ 2023 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? പുതുച്ചേരി. 2023 വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ദയാഭായ്. ദയാഭായിക്കാണ് 2023 വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ചത്. ദയാഭായ് മനുഷ്യാവകാശ പ്രവർത്തകയാണ്. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് 3ാം തവണയും വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് 3ാം തവണയും വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധനാ ക്യാമ്പുകളുടെ പേര് എന്താണ്? ദൃഷ്ടി. അപ്പോൾ ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധനാ ക്യാമ്പുകളുടെ പേരെന്താണ്? ദൃഷ്ടി. 2023 സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. മഹാകവി കുമാരനാശാന്റെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ 2023 സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച മലയാള കവി ആരാണ്? വി മധുസൂദനൻ നായർ. അപ്പോൾ 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച മലയാള കവി ആരാണ്? വി മധുസൂദനൻ നായർ. ദേശീയ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ഗ്ലോക്കോമ പരിശോധനാ ക്യാമ്പുകളുടെ പേരെന്താണ്? ദൃഷ്ടി എന്നാണ്. 2023 സംസ്ഥാന സർക്കാർ വിനോദ നികുതിയിൽ നിന്നും ഒഴിവാക്കിയ സിനിമ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. മഹാകവി കുമാരനാശാന്റെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച മലയാള കവി ആരാണ്? വി മധുസൂദനൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ഏതാണ്? ജ്വാല. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ജ്വാല.
മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം 2023 നടത്തിയ നഗരം ഏതാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ആയുഷ് യോഗ മഹോത്സവം 2023 എവിടെ വെച്ചാണ് നടത്തിയത്? ന്യൂഡൽഹിയിലാണ്. യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? യുനെസ്കോയുടെ 2023 അന്താരാഷ്ട്ര മാതൃഭാഷ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മഹേന്ദ്രകുമാർ മിശ്രയ്ക്കാണ്. മഹേന്ദ്രകുമാർ മിശ്ര. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണേത്? ജ്വാല. 2023 മാർച്ചിൽ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരമാണ്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. അപ്പോൾ 2023 മാർച്ചിൽ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെയാണ്? ബ്രഹ്മപുരം, എറണാകുളം. 2023 76ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ കർണാടക. 2023 നടന്നത് 76ാമത് സന്തോഷ് ട്രോഫിയാണ്. 76ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കർണാടകയാണ്. ഫൈനലിൽ മേഘാലയെ പരാജയപ്പെടുത്തി കർണാടകയുടെ 5ാം കിരീടമാണ് ഇത്. അപ്പോൾ ഫൈനലിൽ ആരെയാണ് കർണാടക പരാജയപ്പെടുത്തിയത്? മേഘാലയെയാണ് പരാജയപ്പെടുത്തിയത്. 2023 പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ISRO നശിപ്പിച്ചു കളഞ്ഞ ഉപഗ്രഹം ഏതാണ്? മേഘാട്രോപിക്സ് 1. മേഘാട്രോപിക്സ് 1 ആണ്. കാലാവസ്ഥാ പഠന ഉപഗ്രഹമായിരുന്നു. 2023 പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ISRO നശിപ്പിച്ചു കളഞ്ഞ ഉപഗ്രഹം ഏതാണ്? മേഘാട്രോപിക്സ് 1. 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ പൗരാവകാശ സമരം ഏതാണ്? ചാന്നാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണേത്? മാറുമറയ്ക്കൽ സമരം. 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പൗരാവകാശ സമരം ഏതായിരുന്നു? ചാന്നാർ ലഹള അഥവാ മാറുമറയ്ക്കൽ സമരം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താണ്? നീതിയെ പുണരുക. നീതിയെ പുണരുക എന്നതാണ് 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം എന്താണ്? ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന്. അപ്പോൾ ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് എന്നതാണ് 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ തീം എന്താണ്? നീതിയെ പുണരുക. 2023 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം എന്താണ്? ഡിജിറ്റൽ ലോകം എല്ലാവർക്കും നൂതനത്വവും സാങ്കേതിക വിദ്യയും ലിംഗസമത്വത്തിന് എന്നതാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആശയം. വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. വനിതാ ദിനത്തിൽ വനിതാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാന. 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ്? ദീപിക പദുകോൺ. അപ്പോൾ 95ാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ്? ദീപിക പദുകോൺ. 2023 നടന്നത് എത്രാമത് ഓസ്കാർ പുരസ്കാരദാന ചടങ്ങാണ്? 95ാമത് ഓസ്കാർ പുരസ്കാരമാണ് 2023 നടന്നത്. ആ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര താരം ആരാണ്? ദീപിക പദുകോൺ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകത്തിലെ തുമകുരുവിലാണ്. കർണാടകത്തിലെ തുമകുരുവിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കർണാടകത്തിലെ തുമകുരുവിലാണ്. 2023 മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്?
2023 മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ്. അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജൂഡി ഹ്യൂമാൻ. ജൂഡി ഹ്യൂമാൻ ആണ്. അപ്പോൾ 2023 മാർച്ചിൽ അന്തരിച്ച അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ് ആരാണ്? ജൂഡി ഹ്യൂമാൻ. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഡിജിറ്റൽ പാഠശാല പദ്ധതി. അപ്പോൾ വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഡിജിറ്റൽ പാഠശാല പദ്ധതി. ഡിജിറ്റൽ പാഠശാല പദ്ധതി എന്താണ്? വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഡിജിറ്റൽ പാഠശാല പദ്ധതി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ചെറുവയൽ രാമൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ചെറുവയൽ രാമനാണ്. ലോക കേൾവി ദിനം എന്നാണ്? മാർച്ച് 3 ലോക കേൾവി ദിനം. എന്നാണ് ലോക കേൾവി ദിനം? മാർച്ച് 3. 2023 ലോക കേൾവി ദിന പ്രമേയം എന്താണ്? ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ആൾ എന്നതാണ്. എന്താണ്? ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ആൾ എന്നതാണ് 2023 ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. ലോക വന്യജീവി ദിനം മാർച്ച് 3. 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം എന്നതാണ് 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ലോക കേൾവി ദിനവും മാർച്ച് 3. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. അപ്പോൾ ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഇയർ ആൻഡ് ഹിയറിംഗ് കെയർ ഫോർ ആൾ എന്നതാണ് ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം 2023. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? വന്യജീവി സംരക്ഷണത്തിനുള്ള പങ്കാളിത്തം. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതി ആശ്വാസകിരണം. എന്താണ് ആശ്വാസകിരണം പദ്ധതി? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതിയാണ് ഏത്? ആശ്വാസകിരണം പദ്ധതി. 2021-22 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് കൊല്ലമാണ്. കൊല്ലത്തിനാണ് 2021-22 വർഷത്തെ മികച്ച ജില്ലാ പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത്. മുഗൾ ഗാർഡന്റെ പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവന്റെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം എന്താണ്? അമൃത് ഉദ്യാൻ. അപ്പോൾ മുഗൾ ഗാർഡന്റെ പേരിൽ പ്രശസ്തമായ രാഷ്ട്രപതി ഭവനിലെ പൂന്തോട്ടങ്ങളുടെ പുനർനാമകരണം എന്താണ്? അമൃത് ഉദ്യാൻ. അപ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതി ഏതാണ്? ആശ്വാസകിരണം പദ്ധതിയാണ്. 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ 2023 ഫെബ്രുവരിയിൽ വൺ ഫാമിലി വൺ ഐഡന്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യ. അപ്പോൾ 2023 കേന്ദ്ര ബജറ്റിൽ കായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യ. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യത്തെ ചലച്ചിത്രമേത്? ക്രിസ്റ്റി. സംവിധാനം ആൽവിൻ ഹെൻറിയാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ അഭിനേതാവാകുന്ന ആദ്യത്തെ ചിത്രമേതാണ്? ക്രിസ്റ്റിയാണ്. സംവിധാനം ചെയ്യുന്നതാരാണ്? ആൽവിൻ ഹെൻറിയാണ്. 2023 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കുടുംബത്തിലെ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതി ഏതാണ്? നേർക്കാഴ്ച. അപ്പോൾ 2023 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഓരോ കുടുംബത്തിലെ അംഗങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള നേത്ര ആരോഗ്യ പദ്ധതിയാണ് നേർക്കാഴ്ച. ഐക്യരാഷ്ട്ര സംഘടന 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി
ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി ചേർന്ന് ആരംഭിച്ച ആഗോള സംരംഭം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? മിറ. എന്താണ് ആഗോള സംരംഭത്തിന്റെ പേര്? മിറ. അപ്പോൾ 2023 ഐക്യരാഷ്ട്ര സംഘടന ഏതു വർഷമായിട്ടാണ് ആചരിച്ചത്? ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. 2023 ഐക്യരാഷ്ട്ര സംഘടന ചെറുധാന്യ വർഷമായിട്ടാണ് ആചരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി ചേർന്ന് ആരംഭിച്ച ആഗോള സംരംഭമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? മിറ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2047 ഏത് രോഗമാണ് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചത്? അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയാണ്. അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയാണ് 2047 പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ചു. ഏതു നവോത്ഥാന നായകന്റെ 200ാം ജന്മവാർഷികമാണ് ഈ അടുത്തിടെ ആഘോഷിച്ചത്? 2023 ആഘോഷിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഏതു നവോത്ഥാന നായകന്റെ 200ാം ജന്മവാർഷികമാണ് 2023 ആഘോഷിച്ചത്? സ്വാമി ദയാനന്ദ സരസ്വതി. കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ഒപ്പം. തൃശ്ശൂരിലാണ് ഈ ഒപ്പം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ എന്താണ് ഒപ്പം എന്ന പദ്ധതി? കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കുവാനായി ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? ഒപ്പം. വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? വിവ. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്. അപ്പോൾ എന്താണ് വിവ എന്ന പദ്ധതി? വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പദ്ധതി എന്താണ്? വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? വിവ. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കേരള പോലീസിന്റെ പദ്ധതി ഏത്? പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി എന്താണ്? കേരള പോലീസിന്റെ പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. സമുദ്രശില എന്ന കൃതിക്കാണ്. അപ്പോൾ 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. കൃതി ഏതാണ്? സമുദ്രശില. അടുത്തിടെ അന്തരിച്ച കനക്രലെ ഏതു മേഖലയിലാണ് പ്രശസ്തയായിരുന്ന വ്യക്തിയാണ്? കനക്രലെ ഏതു മേഖലയിൽ പ്രശസ്തയായ വ്യക്തിയാണ്? മോഹിനിയാട്ടം. അപ്പോൾ അടുത്തിടെ അന്തരിച്ച കനക്രലെ ഏതു മേഖലയിലായിരുന്നു പ്രശസ്തമായിരുന്നത്? മോഹിനിയാട്ടമാണ്. അപ്പോൾ 2013 കനക്രലേക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2013 കനക്രലേക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കനക്രലെ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോഹിനിയാട്ടം. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. കർപ്പൂരി ടാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. അപ്പോൾ ആർക്കൊക്കെയാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത്? കർപ്പൂരി ടാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. അപ്പോൾ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്?
2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. അപൂർവ രോഗങ്ങൾ 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് ആര്? അഭിനവ് ബിന്ദ്ര. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? മെറ്റ്ലൈഫ് സ്റ്റേഡിയം, US. എവിടെയാണ്? മെറ്റ്ലൈഫ് സ്റ്റേഡിയം, US. അപ്പോൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. അപ്പോൾ എന്നീ 3 രാജ്യങ്ങളാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? US മെറ്റ്ലൈഫ് സ്റ്റേഡിയമാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെയർ. അപ്പോൾ അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? കെയർ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ. മുൻ ഹോക്കി മലയാളി താരമാണ് PR ശാരദ. അപ്പോൾ ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? മുൻ ഹോക്കി മലയാളി താരമായ PR ശാരദയുടേതാണ് ഫോർവേഡ് എന്ന ആത്മകഥ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കെയർ എന്നാണ്. അപ്പോൾ 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതിയാണ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2023 അക്ബർ കക്കട്ടിൽ അവാർഡ് ലഭിച്ചതാർക്കാണ്? സുഭാഷ് ചന്ദ്രനാണ്. കൃതി ഏതാണ്? സമുദ്രശില. കനക്രലെ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മോഹിനിയാട്ടം. കനക്രലേക്ക് പത്മഭൂഷൺ ലഭിച്ചതെന്നാണ് 2013. അപ്പോൾ എന്താണ് ഈ ഒപ്പം എന്ന പദ്ധതി? കിടപ്പ് രോഗികൾക്ക് സൗജന്യ റേഷൻ വീട്ടിലെത്തിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറാക്കിയ പദ്ധതിയാണേത്? ഒപ്പം. തൃശ്ശൂരിലാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ വിവ എന്താണ്? വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? വിവ. പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി നടപ്പിലാക്കുന്ന ആരാണ്? കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായിട്ടുള്ള കേരള പോലീസിന്റെ ഒരു പദ്ധതിയാണേത്? പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. ആശ്വാസകരണം എന്താണ്? ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന രോഗികളായവരെയും കിടപ്പിലായവരുടെയും സഹായികൾക്കായുള്ള പദ്ധതിയാണേത്? ആശ്വാസകിരണം പദ്ധതി. ലോക കേൾവി ദിനം എന്നാണ്? മാർച്ച് 3. 2023 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്താണ്? വന്യജീവി സംരക്ഷണത്തിനായുള്ള പങ്കാളിത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വനിതകളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുവാൻ പ്രാപ്തരാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഡിജിറ്റൽ പാഠശാല പദ്ധതി. അമേരിക്കൻ ഭിന്നശേഷി അവകാശ പ്രസ്ഥാനത്തിന്റെ മാതാവ് ആരാണ്? ജൂഡി ഹ്യൂമാനാണ്. 2023 പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് ISRO നശിപ്പിച്ചു കളഞ്ഞ ഉപഗ്രഹം ഏതാണ്? മേഘ ട്രോപിക്സ് 1 ആണ്. ചാന്നാർ ലഹള 2023 200ാം വാർഷികം ആചരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പൗരാവകാശ സമരമാണ്. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേരാണ് എന്ത്?
മാറുമറയ്ക്കൽ സമരം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സ്വയം പ്രതിരോധ പഠനമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ജ്വാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 വാഗ്ഭടാനന്ദ പുരസ്കാരം ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തക ആരാണ്? ദയാഭായിയാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.